അപ്പൊ ഏത് കള്ളന്മാര് വന്നാലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അറ്റാക്ക് ചെയ്താണ്ടല്ലോ ഒരു ചുക്കും സംഭവിക്കില്ല. അന്ന് അതാണ്ടായത് ഗിരിരാജനോടെ കളി. അപ്പൊ നമ്മൾ രാത്രി ഒന്ന് കാവലൊക്കെ ആയിട്ട് നിന്നാ മതി കേട്ടോ, പിന്നെ ഒരു കള്ളനും വരില്ല. ശരി എന്നാ. എന്തിനാ അമ്മാവൻ ഇങ്ങനെ നുണ പറയണത്? നാണാവണില്ലേ അമ്മാവൻ ഇങ്ങനെ സ്വയം പൊങ്ങുമ്പോ? കുറുവാ സംഘം എന്ന് പറഞ്ഞ എല്ലാവരും ഓടുമ്പോ ഞാൻ കാവലിന്നപ്പോ 3 പേര് മുമ്പ് ചാടിയത് ഞാൻ പറഞ്ഞല്ലേ. ഉണ്ടയാണ്. അമ്മാവനാണോ എന്നിട്ട് അവരെ പിടിച്ചത്? പിന്നെ ആരെ പിടിച്ച്? ചിന്റെ ദൈവമേ, വായി എടുത്ത നുണയാ പറയുള്ളൂ ഈ അമ്മാവൻ. ഞണ്ടായ സംഭവം നിന്റെ അടുത്ത് വന്ന് പറയണോ? പിന്നെ അത് കേൾക്കുമ്പോ തന്നെ അറിയാൻ പുളുവാന്ന്. ജഡി അതാ വടക്കപ്പുറത്ത് പണിയെടുക്കുന്ന ചെക്കനാണ് തോട്ടത്തിൽ. അവനാണ് രാത്രി അവനോട് പോലീസിലെ പറയരുത് പറഞ്ഞപ്പോ അവന്റെ ഭാവി. അമ്മാവൻ ആൾക്കാരുടെ മുമ്പേ ഓടിയിട്ടുണ്ടാവും. ഇത് തന്നെയാണ് അമ്മാവന്റെ കുഴപ്പം. അതെ, നുണയാണ്. ബോംബെയിലുള്ള കാര്യങ്ങളോ? സത്യല്ലേ? നീ നിനക്ക് എങ്ങനെ അറിയാം? എടി, ഒരാള് തിരിഞ്ഞാക്കല്ലാത്ത കാലത്ത് ഞാൻ അവളെയും കൂട്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ബോംബെയില് ധാരാവി കൂടെ നടക്കുന്ന സമയത്ത്. ധാരാവി എന്ന് പറഞ്ഞാൽ എന്താന്ന് അമ്മാവന്റെ വിചാരം? ഈ 2 കുഞ്ഞു മീശം വെച്ചിട്ടുണ്ട് അമ്മാവൻ ചെന്നിട്ട് ധാരാവിയിൽ ആരാ എന്താണ്ട് ഒരാള് വാച്ചൂരിത്തന്ന്. പിന്നെ ഞങ്ങൾ ഇത് ഇത്ര നാള് പ്രോത്സാഹിപ്പിച്ച എന്താന്നറിയാമോ? ഇല്ല, ഗുണ്ടാണ് ഗുണ്ടാണ് ഗുണ്ടാണ്. ആരടി കൊണ്ട് പറഞ്ഞു? അമ്മാവൻ ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ നടക്കുന്ന കുഴപ്പം.